വയറുവേദനയ്ക്ക് ആശുപത്രി പോയി പള്ളയിൽ ഒരു കത്രിക പാരിതോഷികമായി നൽകിവിടുന്ന, ഒറ്റപ്പെട്ട സംഭവത്തിന് വിപരീതമായി ആധി കൂടാതെ വ്യാധി മാറ്റുന്ന, ആത്മാർത്ഥമായ ആതുര സേവനം നടത്തുന്ന, രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ നായകൻ കർണാടകയിലെ മണ്ഡ്യ ജില്ലയിലെ 5 രൂപ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ ശങ്കരേ ഗൌഡ. വളരെ അവിചാരിതമായാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. ഡോക്ടർക്ക് ഒരു പരിപാടിയിലേക്കുള്ള ക്ഷണക്കത്ത് നൽകാനായി എന്റെ കണവൻ മുന്നിട്ടിറങ്ങിയതിന്റെ വാലി തൂങ്ങി എനിക്കും അദ്ദേഹത്തെ അടുത്ത് കാണാൻ ഒരു അവസരം വന്നു ചേർന്നു. ഒരു നാടിന്റെ സ്പന്ദനം അറിയാൻ അവിടുത്തെ പൊതുഗതാഗതത്തെ ആശ്രയിക്കണമെന്ന നാട്ടുനടപ്പിനെ മുറുകെ പിടിച്ച് ഞങ്ങൾ ഒരു കർണാടക സാരികയിൽ കയറിപ്പറ്റി. തെറ്റ് പറയരുതല്ലോ, തുടക്കം മുതൽ മണ്ടി എത്തുന്നത് വരെ ഡ്രൈവറേമാൻ ഉൾപ്പെടെ ഞങ്ങൾ ആകെ 5 പേര്. നമ്മുടെ ഐശ്വര്യം കൊണ്ടാവും ഈ വാഹനത്തിൽ ഒരൊറ്റയാളും കയറാത്തത് എന്ന അശുഭ ചിന്തയെ വളരാൻ അനുവദിക്കാതെ, കണ്ടില്ലേ നമുക്ക് വേണ്ടി കർണാടക സർക്കാർ ഒരു ആനവണ്ടി തന്നെ തരപ്പെടുത്തിയിരിക്കുന്നു എന്ന ശുഭാപ്തി വിശ്വാസം കൂടെ ഇരുന്ന കണവന്റെ ഉള്ളിൽ ആണി അടിച്ചേൽപ്പിക്കുന്ന, സദാസമയം ശുഭചിന്തകൾ മാത്രം വാരി വിതറുന്ന ഒരു ഭാര്യ വേറെ ആർക്ക് കിട്ടും? വാവ്, വാട്ട് എ ഭാര്യ. സ്വയം പുകഴ്ത്തൽ അത്ര നല്ലതല്ല എന്ന് പറയുന്നവരോട് നമ്മളെ പുകഴ്ത്താൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു പട്ടിക്കുഞ്ഞും ഉണ്ടാവില്ല. അങ്ങനെ വണ്ടി ഉരുണ്ട് 1.5 മണിക്കൂർ പിന്നിട്ടു സുഖപ്രദമായ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ മണ്ഡ്യയിലെത്തി. ഓടിച്ചെന്നൊരു ഓട്ടോ പിടിച്ച് 5 രൂപ എന്ന് പറയേണ്ട താമസം അണ്ണൻ ഡോക്ടറുടെ മുറ്റത്തല്ല പുറത്ത് വീടിനടുത്ത് ഇറക്കി വിട്ടു. പാതയോളം നീളുന്ന നീണ്ട നിര ഞങ്ങളെ ഒട്ടും ആശ്ചര്യപ്പെടുത്തിയില്ല. ഞങ്ങളുടെ പ്രതീക്ഷകൾ അണുവിട തെറ്റിയതുമില്ല. വലിയ അലങ്കാരങ്ങളോ വച്ചുകെട്ടലോ ഒന്നുമില്ലാതെ തന്റെ വീട്ടുവരാന്തയിൽ ശാന്തനായി രോഗികളെ പരിചരിക്കുന്ന ഒരു മനുഷ്യൻ. മുറ്റവും കവിഞ്ഞ് പാതയോരം വരെ നീളുന്ന നീണ്ട നിര ഭവ്യതയാൽ നിശബ്ദമായിരുന്നു. ചർമ്മരോഗ വിദഗ്ധനായ ഡോക്ടർ ശങ്കരി ഗൌഡ. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും ചികിത്സ നിരാകരിക്കപ്പെടരുതെന്നും, നിർധനരായവർക്ക് മരുന്നും ചികിത്സയും തികച്ചും സൗജന്യമായും അല്ലാത്തവരിൽ നിന്ന് 5 രൂപ മാത്രം ഈടാക്കിയും കാലാകാലങ്ങളായി ഈ സേവനം മാറ്റമില്ലാതെ മുടക്കമില്ലാതെ അനുഷ്ഠിച്ചു പോരുന്നു. പാവപ്പെട്ടവന്റെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയിൽ വലിയൊരു പരിവർത്തനം നടത്താൻ ഇക്കാലയളവിൽ അദ്ദേഹത്തിന് സാധ്യമായി. ദൂര സ്ഥലങ്ങളിൽ നിന്നും അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ദിവസേന 100-ലധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ അവരെ പരിഗണിച്ച് പരിചരിച്ച് തന്റെ തൊഴിലിനോട് 100% നീതി പുലർത്തുന്ന ഒരു മനുഷ്യൻ. എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ പിന്തുണയുമായി അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ചാരത്ത് തന്നെയുണ്ട്. ചില ഡോക്ടർമാരുടെ അടുത്ത് പനിയുമായി പോയാൽ പണിയുമായി തിരിച്ചു വരാം. എന്നാൽ ഇവരെ പോലുള്ള നല്ല മനുഷ്യരെ കണ്ടാൽ തന്നെ പാതി അസുഖം മാറിയ അനുഭൂതിയാണ്. അങ്ങനെ പോയ കാര്യം ഭംഗിയാക്കി നിറഞ്ഞ മനസ്സിൽ തിരികെ വണ്ടി കയറുമ്പോൾ ചുറ്റും സ്പന്ദനത്തോട് സ്പന്ദനം. അതും പോരാഞ്ഞ് അടുത്തിരുന്ന അഴുക്ക ചെറുക്കൻ എന്റെ മുഖത്ത് നോക്കി വണ്ടി ഇറങ്ങുന്നിടം വരെ കുർക്കുറെ അരയോടര. എന്നാൽ ആവും വിധം വെള്ളം ഇറക്കി ഞാൻ അവൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവനെ അങ്ങനെ അങ്ങോട്ട് സുഖിക്കണ്ട. അപ്പൊ ശരി, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഇറ്റ്സ് മീ ഹസീന ഫ്രം എറാസ് കാസിൽ.